ഇന്ന് ഞാൻ നിങ്ങൾക്ക് നമ്മളെ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവ് എങ്ങനെയാണ് കണ്ടെത്തണേന്ന് കാണിച്ചു തരട്ടെ. വായു. അതിനാദ്യം നമ്മൾ ഇതേപോലെ ബ്ലഡ് സെൻട്രിഫ്യൂജ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ്. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് സിറം സെപ്പറേറ്റിംഗ് ആണ്. ഇതിന്റെ സിറാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഇന്നത്തെ ടെസ്റ്റിന്റെ വർക്കിംഗ് റിയാജന്റ്. ആരോ ഇത് കൊണ്ടിട്ട് ഫ്രീസറിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് നല്ല ഐസായിട്ടിരിക്കുകയാണ്. അത് ഇവർ രണ്ടുപേരും കൂടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ ഒരു സ്റ്റാൻഡേർഡും ഒരു ടെസ്റ്റേ ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ സാധാരണ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഞങ്ങൾ ബാക്കി 3-4 പേരൊക്കെ ടെസ്റ്റ് ചെയ്യലുണ്ട്. ഇന്നപ്പോൾ നമ്മൾ 2 വയൽസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ 2 വയൽസിലോട്ടും 1000 മൈക്രോലിറ്റർ വെച്ചിട്ട് നമ്മൾ വർക്കിംഗ് റിയാജന്റ് ആഡ് ചെയ്ത് കൊടുക്കണം. വർക്കിംഗ് റിയാജന്റ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റാൻഡേർഡിലോട്ട് 10 മൈക്രോലിറ്റർ സ്റ്റാൻഡേർഡും ടെസ്റ്റിലോട്ട് 10 മൈക്രോലിറ്റർ സീറവും ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ സീറം ആഡ് ചെയ്ത് കൊടുത്തില്ലേ, നമ്മൾ അതൊന്ന് ചെറുതായിട്ട് ഇൻക്യുബേറ്റ് ചെയ്യുക. നമ്മൾ ഇന്ന് ഈ മെഷീനിലാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ ഇതിൽ കുറച്ച് ഡിസ്റ്റിൽഡ് വാട്ടർ കൊടുത്തിട്ട് ഈ മെഷീൻ നല്ലോണം ഒന്ന് വാഷ് ആക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഏത് ടെസ്റ്റ് ആണോ ചെയ്യാനുള്ളത് ആ ടെസ്റ്റ് തിരഞ്ഞെടുക്കുക. അപ്പൊ അതിൽ കാണിക്കും ഡിസ്റ്റിൽഡ് വാട്ടർ ആണോ കൊടുക്കേണ്ടത്, അതുകൊണ്ട് സ്റ്റാൻഡേർഡ് ആണോ എന്താണെന്ന് കാണിക്കും. അങ്ങനെ നമ്മൾ ആദ്യം ഡിസ്റ്റിൽഡ് വാട്ടർ കൊടുത്തു, പിന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് കൊടുത്തപ്പോൾ അതുകൊണ്ട് ഈ വാല്യൂ കിട്ടിയിട്ടാ. പിന്നെ അവർ നമ്മളോട് സാമ്പിൾ കൊടുക്കാൻ പറഞ്ഞു, അതായത് ടെസ്റ്റ്. ആ ടെസ്റ്റ് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് അതുകൊണ്ട് ഈ വാല്യൂ ആയിരുന്നു. പിന്നെ ഉപയോഗിച്ച സാധനങ്ങൾ വാഷ് ചെയ്തതിന് ശേഷം ലാബിലോട്ട് കൊണ്ട് തിരിച്ചു കൊടുക്കണം. നമ്മൾ വാഷ് ചെയ്തത് പോരാഞ്ഞിട്ട് അവർ നല്ലോണം അത് വാഷ് ചെയ്യും. പിന്നെ ലാബിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ വന്ന് 2 മണിക്കൂർ വെറുതെ ഇരുന്നു. കാരണം ഇനി 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ക്ലാസ്. അതിൻ്റെ ഇടയിൽ വിശന്നപ്പോൾ ഞാൻ പോയിട്ട് ഒരു രാജ്മ റൈസ് വാങ്ങിച്ച് കഴിച്ചുകൂട്ടാ. എന്നിട്ട് അതും കഴിച്ച് കഴിഞ്ഞ് അടുത്ത ക്ലാസ് അറ്റൻഡ് ചെയ്ത് തിരിച്ച് റൂമിലോട്ട് പോകുമ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. നാട്ടിലെ ഇലക്ഷൻ ആയിരുന്നില്ലേ, എനിക്ക് വോട്ടുണ്ടായിരുന്നിട്ടാ. എൻ്റെ കന്നി വോട്ടായിരുന്നു. അതെന്തായാലും ഇങ്ങനെ പോയി കിട്ടിയിട്ടുണ്ട്. കന്നി വോട്ടുകാർക്ക് എന്തോ അലുവൊക്കെ കിട്ടുമെന്ന് ഞാൻ കേട്ടല്ല. കിട്ടിയവരെന്തായാലും കമന്റ് ഇടാൻ മറക്കണ്ട.